Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. US വിപണിയിൽ വെള്ളിയാഴ്ചത്തെ സെഷനിലെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് S&P 500നെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള 4-ാം മാസം ഒരു നേട്ടത്തോട് കൂടിയിട്ട് തന്നെ ആ ഒരു മന്ത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഡൗ ജോൺസിനെ സംബന്ധിച്ച് ഒരു റെക്കോർഡ് ഹൈയിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. 0.5% നേട്ടത്തിലായിരുന്നു അവസാന നിമിഷം ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. US വിപണിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ട് തന്നെയായിരുന്നു ക്ലോസിംഗ് നടന്നത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ സ്പെസിഫിക് കേസ് നോക്കുമ്പോഴേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ ബാരിയർ കാണുന്നുണ്ട്, 41,600 പോയിന്റ്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് ഒരു 42,000 പോയിന്റിന്റെ അടുത്തോട്ട് ചെല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി ഹൗസ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം വരാൻ പോകുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് 19,745. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20,250, അതിനെ തുടർന്ന് 20,700 പോയിന്റ്. ഇതായിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ്. അമേരിക്കൻ വിപണിയിൽ ഈ സ്റ്റേജിൽ പൂർണ്ണമായിട്ടും ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കമോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഒരു ഇടിവാണ് ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നത്തെ വ്യാപാരത്തിൽ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചയും ഒരു ഇടിവ് തുടരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒപെക് പ്ലസ് അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലും ഒരു ഫ്ലാറ്റ് നോട്ടിൽ ഒരു ഇടിവിൽ തന്നെയായിരുന്നു ക്രൂഡ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബ്രെന്റ് ക്രൂഡിനെ സംബന്ധിച്ച് 0.56% ഒരു നഷ്ടത്തിൽ ബാരലിന് 76.37 എന്ന റേഞ്ചിൽ മുന്നോട്ട് പോകുമ്പോൾ WTI സംബന്ധിച്ച് 0.5% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ക്രൂഡിൽ സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, ക്രൂഡിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്ന, ബട്ട് അണ്ടർ ടോൺ അല്പം ബെയറിഷ്നെസ്സും കാണിക്കുന്നുണ്ട്. ഈ ഒരു അണ്ടർ ടോൺ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് മോഡിലോട്ട് പോകണമെങ്കിൽ ഞാൻ സംസാരിക്കുന്ന WTI ക്രൂഡിനെ കുറിച്ച്. WTI ക്രൂഡ് $79 മുകളിൽ ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കത്തില്ല. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത് $73. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ $2 ഇടിവും കൂടെ ക്രൂഡിന്റെ കേസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോൾഡ് കമോഡിറ്റി മാർക്കറ്റ്സിൽ ഇപ്പോൾ ട്രോയ് ഔൺസിന് 2,491 എന്നുള്ള ഒരു റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓഗസ്റ്റ് 20 ആയിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച $2,570 ലെവലിൽ. അതിനുശേഷം തുടർച്ചയായിട്ട് 9 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്വർണത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ $2,500 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഓൾ ടൈം ഹൈ $2,570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷോർട്ട് ടേം പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. ആഭ്യന്തര വിപണിയിൽ വെള്ളിയാഴ്ച ക്ലോസിംഗ് ടൈമിൽ 25,235 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഒരു 25,268 എന്നൊരു സർവകാല ഉയരത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് കഴിഞ്ഞ സെഷനിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. 84 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, കഴിഞ്ഞ ആഴ്ച ഞാൻ നൽകിയ 2 മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു നിഫ്റ്റി 50 ഉള്ളത്. ആദ്യത്തെ 25,300 പോയിന്റും അതിനെ തുടർന്ന് 25,500 പോയിന്റും. സോ അറ്റ് ദിസ് പോയിന്റ് ആ 2 ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺസിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 25,300, 25,500 ആൻഡ് കറന്റ് ലെവൽസ് നോക്കുമ്പോഴേക്കും ഐ തിങ്ക് നമ്മൾ ആ 2 റെസിസ്റ്റൻസ് ലെവലിലോട്ട് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ സ്റ്റോക്സിൽ നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ എക്സലന്റ് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് വെള്ളിയാഴ്ച 198 പോയിന്റിന്റെ ഒരു
മുന്നേറ്റമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത്. 51,351 എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞൊരു ഇൻട്രാഡേയിൽ 51,400 മറികടന്ന് മുന്നേറാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാധിച്ചിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് ഓഹരികളും ഒരു നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും AU ബാങ്ക് അടക്കമുള്ള ഓഹരികളെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് വെള്ളിയാഴ്ചത്തെ സെഷനിൽ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ 5-8 ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദിസ് കൺസോൾട്ടേഷൻ കറക്ഷൻ. ആൻഡ് ഈ ആഴ്ചത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ 51,500 മുതൽ 51,600 പോയിന്റ് വരെ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു നിഫ്റ്റിയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും അധികം ഒരു പിന്തുണ നൽകിയത് ഫാർമ സെക്ടർ തന്നെയായിരുന്നു. ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് ഫാർമ ഓഹരികളിലൊക്കെ തന്നെ ശക്തമായ മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ടും പല ഫാർമ ഓഹരികൾക്കും ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. വെള്ളിയാഴ്ചത്തെ സെഷനിൽ പ്രത്യേകിച്ചും ഡിവിസ് ലാബ്, സിപ്ല പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചതും. ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഒപ്പം തന്നെ ഫാർമ സെക്ടറിൽ നമുക്കിപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഓഹരികളുണ്ടോ? ഫാർമ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ഇപ്പോൾ ഡിവിസ് ലാബ് എടുത്തു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസിൽ നിന്ന് ഒരു 150 മുതൽ 300 രൂപയുടെ നേട്ടം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. സിപ്ല എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും സിപ്ലയുടെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. സിപ്ലയുടെ അടുത്ത മേജർ ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1,690 രൂപ. ഗ്ലെൻമാർക്ക് ഫാർമ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർടോൺ എഗെയിൻ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഗ്ലെൻമാർക്ക് ഫാർമ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് 1,800, അതിനെ തുടർന്ന് 1,890 രൂപ. ബട്ട് നമ്മൾ ഏത് മേജർ ഫാർമ സെക്ടർ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ഒത്തിരി നേട്ടം കഴിഞ്ഞ 4-5 ആഴ്ചകൾ കിട്ടിയതിനെ തുടർന്ന് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ഈ ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നത്തെ ഓട്ടോ ഓഹരികൾ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ മാരുതി സുസുക്കിയുടെ നമ്പേഴ്സ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ സെയിൽസിലൊരു നേരിയ ഒരു മാർജിനൽ ആയിട്ടുള്ളൊരു ഡിക്ലൈൻ ആണ് ഇത്തവണ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 4% ഒരു ഇടിവ് ഇത്തവണ അവരുടെ സെയിൽസിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 8% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്പോർട്ട് എന്നാൽ അതിലൊരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മാരുതി സുസുക്കി സാധിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? മാരുതി സുസുക്കി ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഇൻഫാക്ട് നമ്മൾ ജൂലൈക്ക് ശേഷം അല്ലെങ്കിൽ ജൂൺ മാസത്തിന് ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 12,000 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 12,700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ഓട്ടോ മേഖലയിൽ ഞാൻ നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി നൽകാൻ ചാൻസസ് ഉള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴും ജൂൺ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. ബട്ട് മഹീന്ദ്രയ്ക്ക് 2,880 റുപ്പീസിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 8,000 രൂപയിൽ വളരെ മേജർ സപ്പോർട്ട് ഉണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കും കഴിഞ്ഞ 5-8 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസിൽ 8,450 രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
സർ ഓൾറെഡി ഒന്ന് രണ്ട് സ്റ്റോക്സ് ഓട്ടോ സെക്ടറിൽ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സും TVS മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ് എന്നീ 3 സ്റ്റോക്കുകളും കൂടെ വ്യൂ ചോദിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചും അവരുടെ സെയിൽസ് നമ്പേഴ്സിൽ ഒരു ഇടിവ് തന്നെയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് സെയിൽസിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് അവരുടെ റോയൽ എൻഫീൽഡ് സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ ഒരു 5% ഒരു ഇടിവൊക്കെ തന്നെയായിരുന്നു സെയിൽസിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ 3 സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ടാറ്റ മോട്ടോഴ്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അപ്പോൾ നമ്മൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഫോഴ്സ് മോട്ടോഴ്സ്, മാരുതി മോട്ടോഴ്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശക്തമായിട്ടൊരു ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ടാറ്റ മോട്ടോർ. ടാറ്റ മോട്ടോറിന്റെ കേസിൽ 1180 രൂപ ഇസ് ദ ഓൾ ടൈം ഹൈ. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കൈവശം ഓൾറെഡി ഒരു ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 1060 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. TVS മോട്ടോറിന്റെ കേസിൽ അഗെയിൻ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ് ലെവൽ 2880, അതിനെ തുടർന്ന് 2930. ആൻഡ് ഫൈനലി ഹീറോ മോട്ടോഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ 5550 രൂപയിൽ ഇറ്റ്സ് എ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഐഷർ മോട്ടോറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ജൂൺ മാസത്തിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് പാറ്റേണിലാണ് ഇത് ട്രേഡിംഗ് നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 5080 രൂപയിൽ കാണുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 200 മുതൽ 250 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കും. പ്രേക്ഷകരുടെ ക്വരീസിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് അവസാനമായിട്ട് മറ്റൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് SJVN, NHPC, റെയിൽടെൽ ഓഹരികൾക്ക് സർക്കാർ നവരത്ന കമ്പനികൾക്ക് സർക്കാർ നവരത്ന സ്റ്റാറ്റസ് നൽകിയതുമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഓഹരികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. SJVN, NHPC, അതോടൊപ്പം തന്നെ റെയിൽടെൽ എന്നീ ഓഹരികൾ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? NHPC ആൻഡ് SJVന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു 5-8 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന. NHPCയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 90 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് 2 മേജർ റെസിസ്റ്റൻസസ് NHPCക്ക് കാണുന്നത്. ആദ്യത്തെ 100 രൂപ, അതിനുശേഷം 105 രൂപ. 105ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. SJVന്റെ കേസ് എടുക്കുമ്പോഴേക്കും 128 രൂപയിലും 124 രൂപയിലും 2 സപ്പോർട്ട് ലെവൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും അഗെയിൻ ഇറ്റ് ഇസ് സൈഡ് വേസ്. SJVന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 144 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു സൂചനയും ലഭിക്കുന്നില്ല. റെയിൽടെല്ലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും റെയിൽടെല്ലിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. റെയിൽടെല്ലിന്റെ കേസിൽ നമുക്ക് ഈ ആഴ്ച കംപ്ലീറ്റ്ലി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം ഒരു ബൈയിങ് അവസരത്തിന് വേണ്ടി. 520 രൂപയിലെ ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ നിലനിൽക്കുന്നത്. 520ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 560, 600 ആയിരിക്കും അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. ഏതായാലും പ്രേക്ഷകരെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ഒന്നിലധികം പ്രേക്ഷകർ ടാറ്റ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ക്വറീസ് ആണ് നടത്തിയിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ ടാറ്റ LXയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ടാറ്റ ടെക്നോളജീസിലുള്ള വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ടാറ്റ ടെക്നോളജീസ് വെച്ച് തന്നെ തുടങ്ങാം. ടാറ്റ ടെക്നോളജീസ് സംബന്ധിച്ച് 6% ഒരു നേട്ടത്തോടു കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മൾ ടാറ്റ ടെക്നോളജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും ലിസ്റ്റിങ്ങിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു ടാറ്റ ടെക്നോളജി. ആൻഡ് ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് അതിൻ്റെ ഒരു ഓൾ ടൈം ലോ നൽകിയത് 970 രൂപയിൽ. അതിനുശേഷം പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ ഒരു കുതിപ്പിന് വന്നതിനെ തുടർന്ന് ഇതിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറി. ആൻഡ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തീർച്ചയായിട്ടും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാം.
1040 മുതൽ 1060 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ടാറ്റ ഇലക്സിയുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്കിൽ എഗെയിൻ ഒരു വലിയൊരു കുതിപ്പ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ആ ഒരു കുതിപ്പിനെ തുടർന്ന് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേണിംഗ് ബുള്ളിഷ്. ആൻഡ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ കറന്റ് ലെവൽസ് അറൌണ്ട് 7700 മുതൽ 8000 ഈ ഒരു റേഞ്ചിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 7500. 7500ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഇതിന്റെ ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. ആൻഡ് ഫൈനലി ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ എടുക്കുമ്പോഴേക്കും വീണ്ടും കഴിഞ്ഞ 4-5 സെഷൻസിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് 6700 മുതൽ 6900 രൂപ വരെ. ആൻഡ് നമുക്ക് ആ ഒരു റേഞ്ച് ഓർ ഈവൻ 7000 to 7200 റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 8100 രൂപ, അതിനെ തുടർന്ന് 8400, 8800 രൂപയിലും ആയിരിക്കും. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് NBCC ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. NBCC ഇന്ത്യ വെള്ളിയാഴ്ച 4% ഇടിഞ്ഞിരുന്നു. അവരൊരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. NBCCയിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? NBCC അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് NBCCയിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണുന്നില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 178 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജൂപ്പിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ 3% നേട്ടത്തോടുകൂടി 575 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജൂപ്പിറ്റർ വാഗൺസ് മറ്റ് മേജർ റെയിൽവേ സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 5-8 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 520 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു കൺഫർമേഷൻ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറി എന്നൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 630 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഈ സ്റ്റോക്കിൽ വലിയൊരു നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വേറൊരു പ്രേക്ഷകൻ മോയിൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ 0.5% നേട്ടത്തിൽ 400 രൂപ 60 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. മോയിൽ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി ആണെന്നുള്ളൊരു കാര്യം ഓർക്കണം. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് ജൂലൈ 8 ആയിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. അത് 588 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സ്റ്റോക്ക് അറൌണ്ട് 380 രൂപയ്ക്ക് അടുത്ത കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. നമ്മൾ അഗെയിൻ നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുത്ത് തുടങ്ങാം. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ആദ്യത്തെ ഒരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ അബൌട്ട് എ ടേൺ അറൌണ്ട് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 425 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 425ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 460 മുതൽ 480 വരെ. 480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒരു പ്രേക്ഷകൻ കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഒരു ഇടിവോടുകൂടി 264 രൂപ 75 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കാസ്ട്രോൾ ഇന്ത്യ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്ക് 280-285 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 258 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
ഒരു പ്രേക്ഷകൻ ICICI ബാങ്കിന്റെ വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 6% നേട്ടം രേഖപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. 1229 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So ICICI Bank, Axis Bank, State Bank of India, HDFC Bank മുതലായ ബാങ്കിങ് മേജേഴ്സ് ഒക്കെ തന്നെ ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ഒത്തിരി ആഴ്ചകളായിട്ട്. ബട്ട് ICICI ബാങ്കിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് 1240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ എക്സ്ട്രീംലി ബുള്ളിഷ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1200 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ. ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അലംബിക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. അലംബിക് ലിമിറ്റഡ് വെള്ളിയാഴ്ചത്തെ സെഷനിൽ 1.81% ഒരു നേട്ടത്തോടെ 158 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ അലംബിക് ലിമിറ്റഡിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത് 169 രൂപയിൽ. അതിനുശേഷം സ്റ്റോക്ക് ഇസ് ബീൻ അണ്ടർഗോയിങ് എ കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 148 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു പ്രേക്ഷകൻ രാജു എഞ്ചിനീയേഴ്സ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ 2.5% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 245 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. രാജു എഞ്ചിനീയേഴ്സ് NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ട കാര്യം ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ഒരു 2.5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് നടന്നിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ നൽകിയത് ഓഗസ്റ്റ് 12 ആയിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 218 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മൾ 275 മുതൽ 290 രൂപ ആ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രേക്ഷകൻ NMDCയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. NMDC കഴിഞ്ഞൊരു സെഷനിൽ 222 രൂപ 66 പൈസ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി NMDCയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. NMDCയുടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് വരുന്നെങ്കിൽ 240 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. NMDCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും എനിക്ക് കാണാൻ സാധിച്ച BSEയുടെ മെറ്റൽ ഇൻഡെക്സിൽ നമുക്കൊരു നല്ല ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം ഹിൻഡാൽകോയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഹിൻഡാൽകോ ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് നിയർ ദ ഓൾ ടൈം ഹൈ. ബട്ട് കഴിഞ്ഞ 3-4 സെഷൻസിൽ ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ജിൻഡാൽ സ്റ്റെയിൻലെസിന്റെ കേസിൽ വെള്ളിയാഴ്ച വലിയൊരു കുതിപ്പ് കാണാൻ സാധിച്ചു. സോ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു അവസരം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. വേറൊരു പ്രേക്ഷകൻ പവർ ഫിനാൻസ് PFCയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. PFCയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 1% ഇടിവ് രേഖപ്പെടുത്തി 549 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു മൊമെന്റം കാണാൻ സാധിക്കുന്നില്ല. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 560 മുതൽ 580 റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 498 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. വേറൊരു പ്രേക്ഷകൻ വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1% നേട്ടം വെള്ളിയാഴ്ച പ്രകടമാക്കി 1250 രൂപയിലാണ് ക്ലോസ് ചെയ്തത്.
പ്രിയ, വേദാന്ത ഫാഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന മാർച്ച് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നല്ലൊരു കുതിപ്പ്, നല്ലൊരു ശക്തമായ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് മോമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് ആണെന്നുള്ളൊരു കാര്യം മറക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1200 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ സെർവോടെക് പവറുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. 1% നഷ്ടത്തിൽ 142 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സെർവോടെക് പവർ വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ വലിയൊരു കുതിപ്പായിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയിരുന്നു 153 രൂപയിൽ. സോ 140-150 ഈ റേഞ്ചിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലോസ് യുവർ പൊസിഷൻസ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 138 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഏതായാലും പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. പ്രേക്ഷകരുടെ മാക്സിമം ക്വരീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് സമയപരിമിതിയുണ്ട്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.